പാൻപരാഗ്, പാൻ മസാല പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ സ്വയം പരിശോധിച്ചറിയണം. അവർക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ പലപ്പോഴും മറന്നുപോകുന്ന ഒരു കാര്യമാണ് തന്റെ വായുടെ ആരോഗ്യം കുഞ്ഞിന്റെ ആരോഗ്യവുമായിട്ട്, ഗർഭത്തിലുള്ള കുഞ്ഞിന്റെ ആരോഗ്യവുമായിട്ട് ഡയറക്റ്റ് ലിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ദിവസം 2 നേരം പല്ല് തേക്കുന്ന വ്യക്തികൾക്ക് ഹൃദയത്തിനുണ്ടാകുന്ന രോഗങ്ങളെ ചെറുത്തു നിൽക്കാൻ കഴിയുമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. പുതുപ്പല്ല് വന്നാൽ എന്താ, പുതിയ പല്ല് വരുമ്പോൾ അതിന്റെ പ്രശ്നം തീരില്ല എന്ന് ചോദിക്കുന്നിടത്താണ് പ്രശ്നം. നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും നമ്മുടെ വാട്സപ്പ് വഴിയൊക്കെ ചോദിച്ച ഒരു ചോദ്യത്തിന് ഒരുപാട് ആളുകൾ അവർക്ക് ചോദിക്കാനായിട്ടുള്ള ചോദ്യങ്ങൾ എനിക്ക് എന്റെ ഫേസ്ബുക്കിൽ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ട് അത് പൊതുസമൂഹത്തിന് ഉപകാരമാകുന്ന മറുപടിയായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത് ഒരു സാമൂഹിക പ്രവർത്തകൻ എന്ന നിലയിൽ നമ്മൾ MSW കഴിയുന്ന സമയം മുതൽ കമ്മ്യൂണിറ്റികളിൽ പോവുകയും അവിടെയുള്ള വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും നമ്മൾ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ട് ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് സാധ്യമായിട്ടുള്ള ഒരു ആഡ്വക്കേറ്റ് എന്ന നിലയിൽ, ഒരു കമ്മ്യൂണിറ്റിയും പൊതുജന ആരോഗ്യ സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു ആഡ്വക്കേറ്റ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്ന വിഭാഗക്കാരാണ് ഈ സാമൂഹിക പ്രവർത്തകർ. അപ്പോൾ ചില സമൂഹങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് മെഡിക്കൽ എയ്ഡിനുള്ള സാധ്യതകൾ കുറവായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ. അത്തരം ആളുകളെ ഹെൽത്ത് എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു സാമൂഹിക പ്രവർത്തകന്റെ ഉത്തരവാദിത്തമാണ്. നമ്മൾ അതിലേക്കൊന്നും പോകുന്നില്ല. അത്തരം അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് പൊതുവായിട്ടുള്ള മറുപടികൾ നമ്മൾ പറയുന്നത്. ഇതൊരു ചികിത്സയ്ക്കുള്ള ഒരു ഓൾട്ടർനേറ്റീവോ അല്ലെങ്കിൽ മരുന്നുകൾ കൊടുക്കുന്ന ഒരു ഷോ അല്ല. നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ജനറൽ പല ആളുകൾക്കും അറിവില്ലാത്ത കാര്യങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എങ്കിൽ കൂടി പൊതുവിൽ അറിവില്ലായ്മ മാറ്റുക എന്നുള്ളതാണ് പ്രധാന ലക്ഷ്യം. ആദ്യം വന്നിരിക്കുന്ന ഒരു ചോദ്യം, ഹൃദയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വായിലെ ആരോഗ്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും. ഒരു ദിവസം രാവിലെയും വൈകിട്ടും ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആ സാഹചര്യങ്ങളെ നന്നേ കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് മ്യൂട്ടൻസ് എന്ന് പറയുന്ന വായില് പ്രശ്നം ഉണ്ടാക്കുന്ന അതേ ഘടകങ്ങൾ തന്നെ നമ്മൾ വായ ശുചിയാക്കാത്ത അവസ്ഥയിൽ കാലക്രമേണ നമ്മുടെ രക്തത്തിലേക്ക് കടക്കുകയും അത് രക്തത്തിലുള്ള സഞ്ചാരത്തിന്റെ പാതയെ തടസ്സപ്പെടുത്തുകയും ഹൃദയാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം, ഭക്ഷണം കഴിച്ച ഉടനെ, നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ബ്രഷ് ചെയ്യും രാവിലെ അല്ലെ, അതേപോലെ തന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷവും ബ്രഷ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. അതിന് പ്രത്യേകിച്ച് പേസ്റ്റ് ഒന്നും ഇടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളുടെ ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് എല്ലാ ഭാവവും ക്ലീൻ ചെയ്ത് അവശിഷ്ടങ്ങളൊന്ന് പുറത്താക്കി കളയുക. കിടക്കാൻ പോകുന്നതിന് മുന്നേയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് രാത്രി പാലങ്ങ് കുടിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കിടക്കും. അപ്പോൾ ഡീമിനറലൈസേഷൻ സംഭവിച്ച് പല്ലിന് പോടുകൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ഈ സ്ട്രെപ്റ്റോകോക്കൽ മ്യൂട്ടൻസിന്റെ അധികരണം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വായ ശുചിയാക്കുക എന്നുള്ളതാണ്. ഒരുപാട് പേസ്റ്റ് തേക്കണമെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. രണ്ടാമത്തെ ഒരു കാര്യം ചോദിച്ചിരിക്കുന്നത്, കുട്ടികൾ പുറത്തൊക്കെ പോകുമ്പോൾ എന്താ ചെയ്യുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരുടെ ആരോഗ്യ സംരക്ഷണം, പ്രത്യേകിച്ചും ദന്ത സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമുണ്ട്. ഇന്ന് നമുക്കറിയാം, പണ്ടുള്ള ആളുകളെ പോലെയല്ല, വീട്ടിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും ചോക്ലേറ്റും അതേപോലെ തന്നെ അമിതമായിട്ട് മധുരമുള്ള സാധനങ്ങളൊക്കെ കുട്ടികൾക്ക് കിട്ടും. അവർ കിട്ടിയാൽ കഴിക്കാണ്ടിരിക്കത്തുമില്ല, കഴിക്കുകയും ചെയ്യും. ഇത് പലപ്പോഴും നമ്മുടെ അണപ്പല്ലിന്റെ ഭാഗങ്ങളൊക്കെ, കുഴിഞ്ഞ ഭാഗങ്ങളിൽ ഇത് അവശിഷ്ടമായിട്ട് കെട്ടിക്കിടക്കുകയും അവിടെ പോടും അത്തരത്തിലുള്ള രോഗങ്ങളും ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന്റെ ആ കുഴി ഭാഗത്തെ ഒന്ന് കറക്റ്റ് ചെയ്ത് അവിടെ ഭക്ഷണം അവശേഷിക്കുന്ന രീതിയിൽ ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കാനായിട്ട് ഈ പിറ്റ് ആൻഡ് ഫിഷർ സീലന്റ് പോലുള്ള രീതികൾ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിൽ ലഭ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന, വേദനരഹിതമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണത്. അതേപോലെ തന്നെ ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻ. നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മാതാപിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഈ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആദ്യമേ വരുന്ന പല്ലുകൾ നഷ്ടപ്പെട്ടു പോയാൽ കുഴപ്പമില്ല, പുതിയ പല്ല് വരില്ല എന്ന് പല ആളുകളും ചിന്തിക്കാറുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യമേ വരുന്ന പല്ലുകളോട് ചേർന്ന് താഴെയാണ് മറ്റു പല്ലുകൾ, പെർമനന്റ് ആയിട്ടുള്ള ദന്തനിരകളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പല്ലിന് രോഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കീഴെ വരുന്ന അതിന് ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം വരുന്ന പല്ലുകളെല്ലാം കൃത്യമായിട്ട് ആരോഗ്യത്തോടുകൂടി പരിപാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കുട്ടികളെ പല്ല് തേക്കാൻ പരിശീലിപ്പിക്കുക, പ്രത്യേകിച്ചും ചെറുപ്പം മുതലേ തന്നെ. അത് പല്ല് തേക്കുന്ന ഒരു രീതിയുണ്ട്, യൂട്യൂബിലെല്ലാം നിങ്ങൾ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഹൗ ടു ബ്രഷ് യുവർ ടീത്ത്, അത് ശാസ്ത്രീയമായിട്ട് തന്നെ തേക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മളെപ്പോഴും ഇങ്ങനെ തേക്കുന്ന ഒരു രീതിയാണ്. അപ്പോൾ ഈ വിടവുകൾ, പല്ലുകളുടെ വിടവുകളിലുള്ള അഴുക്കുകളൊക്കെ പോകാനായിട്ടുള്ള സാധ്യത പലപ്പോഴും കുറവായിരിക്കും. അതുകൊണ്ട് മുകളിലേക്കും താഴേക്കും പല്ല് തേക്കുന്ന രീതി കുഞ്ഞുനാളിൽ തന്നെ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് മലയാളികൾക്ക് പൊതുവെ ഉപയോഗിക്കാത്തൊരു രീതിയാണ് ഫ്ലോസിംഗ്. ഒരു നൂല് പോലുള്ള ഒരു സാധനം ഉപയോഗിച്ച് രണ്ട് പല്ലുകളുടെ ഇടയിലുള്ള അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്ന ഒരു രീതി.
ഇത് നമ്മൾ ഈ ഫ്ലോസിംഗ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാന ഗുണം എന്ന് പറയുന്നത് ഇത് നമുക്ക് പല്ലുകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പോലെ തന്നെ നമ്മുടെ വായിലുണ്ടാകുന്ന രോഗങ്ങളെ, പ്രത്യേകിച്ചും പ്ലേക്കുകൾ, നമുക്കറിയാം പല്ലുകളിൽ നമ്മൾ ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കണ്ടിട്ടുണ്ടാവും, ടാർട്ടാർ പോലുള്ള ഈ പ്ലേക്കുകൾ. അത് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് തേച്ച് കഴിഞ്ഞാൽ പോകത്തില്ല, അതിനെ നമ്മൾ സ്കെയിൽ ചെയ്യേണ്ടി വരും. നമ്മൾ ഡെന്റിസ്റ്റിന്റെ അവിടെ പോയി അദ്ദേഹം ഒരു ഡിവൈസ് ഉപയോഗിച്ച് പ്രഷർ ഉപയോഗിച്ച് അതിനെ ഇളക്കി കളയുന്ന ഒരു രീതിയാണ് ഈ സ്കെയിലിംഗ് എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകാതിരിക്കണമെങ്കിൽ സ്ഥിരമായിട്ട് പല്ലുകൾ നല്ല രീതിയിൽ തേക്കുകയും ഈ ഫ്ലോസിംഗ് ഒക്കെ ചെയ്യേണ്ടതും വളരെ അത്യാവശ്യമാണ്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും പ്രധാനമെന്ന് തോന്നുന്ന ഒരു ചോദ്യം വന്നത്, ഞാൻ കുറെ നാളുകളായി പാൻ മസാല ഉപയോഗിക്കുന്നു, എന്റെ വായിൽ ഇപ്പോൾ വെള്ളപ്പാടുകളുണ്ട്, പഴുപ്പും കാണുന്നുണ്ട്, എന്താണ് ചെയ്യേണ്ടത്? ഇതിനെ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ഒരു ഡോക്ടറിന്റെ സേവനം ലഭ്യമാക്കുക എന്നുള്ളതാണ്. ഈ പാൻ മസാല ഉപയോഗിക്കുമ്പോൾ ആളുകളും മുറുക്കൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് ഈ പുകയിലയാണ് പ്രധാനമായിട്ടും ക്യാൻസർ ഉണ്ടാക്കുന്നതെന്ന് പല ആളുകൾക്ക് ഒരു ചിന്തയുണ്ട്. അത് മാത്രമല്ല, അതിൻ്റെ അകത്ത് ചേരുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും, നമ്മുടെ വെറ്റില ഒഴികെ മറ്റെല്ലാ ഇൻഗ്രീഡിയൻസും തന്നെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. വെറ്റില എന്നാൽ ഉപയോഗിക്കണമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കേട്ടോ, ഞാനൊരു ജനറലി സംസാരിക്കുന്നതെന്ന് മാത്രം. ഈ നമ്മൾ അടയ്ക്കാം ഒരു പ്രധാന പ്രശ്നം, അത് കൊളാജൻ ഫൈബേഴ്സ് ഫോം ചെയ്ത് വായി തുറക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് ഈ ദീർഘനാളായി പാൻ മസാലയും പാൻ പരാഗും അത്തരത്തില് മുറുക്കും ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും. ഇത് മാലിഗ്നൻസിക്ക് വരുന്നതിന് മുന്നേ, അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ശരീരത്തെ കാണിച്ചിരുന്ന ഒരു ലക്ഷണമായിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. അതുകൊണ്ട് ഒരു ദീർഘനാളായിട്ട് ഇത്തരത്തിലുള്ള പാൻ സാധനങ്ങൾ, അതായത് പുകയിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളുകൾ ഒരു 4 വിരലെങ്കിലും എടുത്ത് വായിൽ കിടത്തിവിടാനായിട്ട് ശ്രമിക്കുക. ഈ ദീർഘനാളായി ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ വായ തുറക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും. ചെറിയ രീതിയിൽ മാത്രമേ അവർക്ക് തുറക്കത്തുള്ളൂ. കാരണം ഈ ഫൈബറുകൾ വന്ന്, ഈ കൊളാജൻ ഫൈബർ വന്ന് ഇവിടെ മൊത്തം കിടക്കുന്നതുകൊണ്ട് വായ വളരെ ടൈറ്റ് ആയിരിക്കും. അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചും ഈ വെള്ളപ്പാടും പഴുപ്പും ദുർഗന്ധവും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം, മുറുക്കിനോടൊപ്പം മദ്യപാനവും കൂടി ഉണ്ടെങ്കിൽ ക്യാൻസറിനുള്ള പോസിബിലിറ്റീസ് ഇരട്ടിയാകുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഈ സംഭവം ഡോക്ടറെ കാണാൻ പോകുന്നത് വളരെ പ്രധാനമാണ്. ഏറ്റവും ആദ്യമായിട്ട് ഇന്ന് തന്നെ കഴിയുമെങ്കിൽ ഈ സ്വഭാവം ഉപേക്ഷിക്കാം. ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നത്, എന്റെ വായിൽ കുമിളകൾ കാണുന്നു, അത് പൊട്ടിക്കഴിഞ്ഞാൽ പുളിപ്പ് രസമുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന്. ഇപ്പൊ ഇത് പല ആളുകളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളുള്ള സാഹചര്യത്തിൽ ഡോക്ടറിനെ പോയി കാണുക എന്നുള്ളതാണ്. ഡോക്ടറെ കാണുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ എന്തെങ്കിലും അതിൽ നിന്നൊരു ചെറിയ ഭാഗം എടുത്ത് ഒരു സയന്റിഫിക് ആയിട്ടൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. നമ്മളൊരു ലക്ഷണവുമായിട്ട് പോകുമ്പോൾ ആ ലക്ഷണം ഏറ്റവും കൃത്യമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഡോക്ടറെ കാണാൻ പോവുകയാണെങ്കിൽ ഡോക്ടറിന് ആ കാര്യം എന്താണെന്ന് ഒന്നും കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത്, ഈ പ്രശ്നം ഉണ്ടാകും, അത് അവിടെ പോട്ടെ ഒന്ന് കുറയുമെങ്കിൽ കുറയട്ടെ എന്ന് വിചാരിച്ചവർ നിൽക്കും. എന്നിട്ട് ഇത് 2-3 ദിവസം കഴിയുമ്പോൾ അതിന്റെ ആ ഒരു തീവ്രതയൊക്കെ നഷ്ടപ്പെടുമ്പോൾ പോയി കാണും. അപ്പൊ ഡോക്ടറിന് അത് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാൻ പറ്റത്തില്ല. അടുത്തൊരു ചോദ്യം ചോദിച്ചു, അതുകൊണ്ട് ഡോക്ടറിനെ കൃത്യസമയത്ത് തന്നെ പോയി കാണുക. എന്തിനാണ് ഈ നമുക്ക് വായിൽ 6 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ 1 വർഷം കൂടുമ്പോൾ ക്ലീനിങ് നടത്തണമെന്നുള്ളതാണ് ചോദ്യം. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പല്ലുകളുടെ ആരോഗ്യം കൃത്യമായിട്ട് നമ്മൾ നിലനിർത്തുകയാണെങ്കിൽ മോണയുടെ ആരോഗ്യവും നിലനിർത്താൻ പറ്റും. ഇന്ന് നമുക്ക് സംഭവിക്കുന്നത് പല്ലിന്റെ ആരോഗ്യം തകരാനായിട്ടുള്ള ഒരു പ്രധാന കാരണം മോണയുടെ ആരോഗ്യമില്ലായ്മയാണ്. അപ്പോൾ ഈ മോണയുടെ പഴുപ്പും അത്തരത്തിലുള്ള പ്രശ്നങ്ങളും ഒക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ ഈ വായിലെ കാൽക്കസ് ഫോർമേഷൻ, അതുപോലെ പ്ലേക്ക്, അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ കഴിയണം. ഒരു വിദഗ്ധനായ ഡോക്ടറിന്റെ സേവനം ലഭ്യമാക്കിയാൽ മാത്രമേ നമുക്കിത് അറിയാൻ കഴിയൂ. അല്ലെങ്കിൽ നമ്മൾ അത്രയും കെയർഫുൾ ആയിട്ട് ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളും ഇതിനെ വളരെ കൃത്യമായിട്ട് പരിചരിക്കുന്ന ആളും ദുശീലങ്ങളൊന്നും ഇല്ലാത്ത വ്യക്തിയായിരിക്കണം. അതുകൊണ്ട് ഈ 6 മാസം മുതൽ 1 വർഷം കൂടുമ്പോഴുള്ള ദന്തപരിശോധന വളരെ നല്ലത് തന്നെയാണ്. പലപ്പോഴും ഒരു ശബ്ദം വരുന്നുണ്ട്, അവരൊരു ചെറിയൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ടാണ്. പലപ്പോഴും ആളുകൾക്കുള്ളൊരു പ്രശ്നം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒക്കെയാണ്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പ്രാധാന്യമുള്ളത് തന്നെയാണ്, അതിനില്ല എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഗവൺമെന്റ്, അതായത് നമ്മുടെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് ഇതിനുള്ള സംവിധാനങ്ങളുണ്ട്. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നില്ല. അവർ നിർദ്ദേശിക്കുന്ന മറ്റൊരു ദിവസം വരികയാണെങ്കിൽ കൃത്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതായത് പൊതു സംവിധാനങ്ങൾ, നമ്മുടെ ഗവൺമെന്റ് നമുക്ക് നൽകുന്ന ഇത്തരം സംവിധാനങ്ങളെ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ പരാതികളും നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ എഴുതിയിടാം. നമ്മൾ ഒരു സർവീസ് കണ്ണടച്ച് അത് ശരിയല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ എറണാകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ സ്ഥിരമായിട്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന ആളാണ്. നമുക്ക് വളരെ മികച്ച ഒരു സേവനം ലഭ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു
എന്റെ ഒരു അഭിപ്രായം. കാരണം ഒരുപാട് രോഗികൾ വരുമ്പോൾ അത്രയും ബുദ്ധിമുട്ട് അവരും അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യം അവിടെ സൂപ്രണ്ടിന് പരാതിപ്പെട്ടിയുണ്ട്, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതിയിടുകയാണെങ്കിൽ കൂടുതൽ മികച്ച രീതിയിലുള്ള സേവനം ലഭ്യമാക്കാൻ അവർ പരിശ്രമിക്കുക. അവരൊക്കെ മനുഷ്യർ തന്നെയാണ്. ഇനി ചോദിക്കുന്ന ഒരു ചോദ്യം നമുക്ക്, എന്റെ വായിൽ കുറ്റിപ്പല്ല് മാത്രമേ ഉള്ളൂ, ഇനി അത് പറിച്ചു കളയണോ അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ നമുക്ക് പോസ്റ്റ് റീറ്റെയിൻഡ് ക്രൗണിംഗ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ലഭ്യമാണ്. എന്ന് വെച്ചാൽ ഒരു അവസാന ശ്രമം എന്ന നിലയിൽ പോലും ആ പല്ലിനെ നിലനിർത്താനായിട്ട് ശ്രമിക്കും. അത് സാധ്യമല്ല എന്ന് കണ്ട് മാത്രമേ ഈ പല്ലൊക്കെ പറിച്ചു കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് പല്ല് കുറ്റിപ്പല്ലാണെങ്കിൽ പോലും നമുക്കത് ഒരു ഡോക്ടറിനെ കണ്ട് അദ്ദേഹം അത് ഇവാലുവേറ്റ് ചെയ്ത് അത് നിലനിർത്താൻ പറ്റുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അത് അദ്ദേഹം ചെയ്യുക തന്നെ ചെയ്യും. ഇനിയൊരു കാര്യം ചെയ്യുന്നത്, രാവിലെയും വൈകിട്ട് പല്ല് ബ്രഷ് ചെയ്താൽ വായിൽ നിന്നും രക്തം വരുന്നു. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മലയാളികൾ ചില ആളുകളുണ്ട് ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് എക്സ്ട്രീം ആയിട്ട് അങ്ങോട്ട് ചെയ്യും. എക്സ്ട്രീം ആയിട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് നിന്ന് പല്ല് തേക്കുന്ന സാധനം, അങ്ങനെ ചെയ്യുന്നത് നല്ലതല്ല. കാരണം നമുക്കൊരു 5 മിനിറ്റിൽ താഴെയൊക്കെ പല്ല് തേച്ചാൽ മതിയാവും. പിന്നെ വളരെ അമർത്തി നമ്മൾ ബ്രഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ബ്രിസിൽസ് എപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള ബ്രിസിലുള്ള ബ്രഷുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പൊ ഇതൊക്കെയാണ് നമുക്ക് വന്നിരിക്കുന്ന ചോദ്യം. ഇനി 2-3 ചോദ്യങ്ങളും കൂടിയുണ്ട്, അതും കൂടി വായിച്ചിട്ട് നമുക്ക് നിർത്താം. പല്ല് പൊന്തി വരാൻ കുഞ്ഞുങ്ങളിൽ എന്താണ് കാരണം? ഇതിന് വല്ല പ്രതിരോധ മാർഗവുമുണ്ടോ? ജനിതകമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ 2-3 കാര്യങ്ങൾ പൊതുവിൽ പറയാൻ പറ്റുന്നത്, കുട്ടികൾ ജനിതകമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അവർക്ക് പേരൻസിന് അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിനും ഒക്കെ പല്ല് പൊന്തിയിട്ടുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് കുട്ടികളിലേക്കും വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം, വായിൽ കൈവച്ചിട്ട് ഉറങ്ങുന്ന കുട്ടികളുണ്ട്. അത്തരം ശീലങ്ങൾ മാറ്റാനായിട്ട് ശ്രമിക്കുക. കുട്ടികൾ ഉറങ്ങിക്കഴിഞ്ഞാലെങ്കിലും നമ്മൾ ആ വായിൽ നിന്ന് കൈയെടുത്ത് മാറ്റാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇതേപോലെ തന്നെ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് വായിലൂടെയാണോ ശ്വസിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിരിക്കണം. വായിലൂടെ കുഞ്ഞുങ്ങൾ ശ്വസിക്കുന്നുണ്ടെങ്കിൽ ENT ഒരു ഡോക്ടറെ കണ്ട്, നമ്മുടെ ENT ഡോക്ടർ അതൊന്ന് ഇവാലുവേറ്റ് ചെയ്തെന്തെങ്കിലും അനാറ്റമിക്കൽ പ്രശ്നങ്ങൾ, ശരീരഘടനയിൽ മൂക്കിന്റെ പാലത്തിന് വളവോ അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നമോ ദശാവളർച്ചയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി അതിനെ കറക്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ വായിലൂടെ ശ്വസിക്കുന്ന ആ പ്രശ്നത്തെ പരിഹരിക്കാൻ പറ്റും. പലപ്പോഴും ആദ്യ കാലഘട്ടങ്ങളിൽ ഇതൊന്നും നോക്കാതെ വളരെ ലേറ്റ് ആയിട്ട് മാത്രം ഒരു ഡോക്ടറെ കണ്ട് ഇവാലുവേറ്റ് ചെയ്ത് അതിന്റെ കോംപ്ലിക്കേഷൻസ് അതിന്റെ മൂർധന്യത്തിലാക്കുമ്പോഴായിരിക്കും നമ്മൾ ഇതിന് ചികിത്സ തേടി പോകുന്നത്. അതുകൊണ്ട് കുട്ടികൾ ഉള്ള ആ മാതാപിതാക്കൾ തീർച്ചയായിട്ടും വായിലൂടെയാണോ കുട്ടി ശ്വസിക്കുന്നതെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കിയിരിക്കണം. എന്റെ കുഞ്ഞിന്റെ താടിയെല്ലാം നീണ്ടിരിക്കുന്നു, നമുക്ക് ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ലാറ്ററൽ സെഫോളോഗ്രാം പോലുള്ള കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിങ്ങുകളൊക്കെ ലഭ്യമാണ്. താടിയെല്ല് നീണ്ടിരിക്കുകയാണെങ്കിൽ ഭക്ഷണം ചവയ്ക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഒരു ഡോക്ടറിനെ കണ്ടത് കറക്റ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഭക്ഷണം കഴിക്കുന്നതുമൊക്കെയായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ കുട്ടികൾ ഭക്ഷണത്തിന് വിരക്തി കാണിക്കുകയും അത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. മാതാപിതാക്കള് പ്രധാനമായിട്ടും അറിയേണ്ട ഒരു കാര്യമാണ്, അമിതമായിട്ട് പഞ്ചസാര അടങ്ങിയിട്ടുള്ള സാധനങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ഒരു ഡീമിനറലൈസേഷൻ, നമ്മുടെ വായിൽ നിന്നും മിനറൽസ് ലീച്ച് ഔട്ട് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ രോഗാണുക്കൾ വായിൽ വളരും. അതേപോലെ തന്നെ നമ്മുടെ pH വേരിയേഷൻസ് ഉണ്ടാകും. ഒരു നല്ല ഒരു 7 വേരിയന്റ് pH ഉണ്ടാകേണ്ട സമയത്ത് ഒരു 4.5 ഒക്കെ വന്നു കഴിഞ്ഞാൽ പല്ലിന്റെ ആരോഗ്യം ആകപ്പാട് തകരാറിലാകും. അവിടെ പോടുകൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അമിതമായി പഞ്ചസാര കൊടുക്കുന്നത് ഒഴിവാക്കുക. അതേപോലെ തന്നെ പഞ്ചസാരയോ മിഠായിയോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ വായ് നന്നായിട്ട് വൃത്തിയാക്കിയതിനു ശേഷം മാത്രം ഉറങ്ങാനായിട്ട് അനുവദിക്കണം. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്, കുഞ്ഞു കുട്ടികളിലൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ പല്ലിന് പ്രശ്നം ഉണ്ടാവും. അപ്പോൾ ഈ മുലപ്പാല് കുടിക്കുന്ന കുട്ടികളാണെങ്കിൽ പോലും അവരുടെ ഈ മുകളിലുള്ള ഭാഗത്ത്, ഡയറക്റ്റ് പാലുമായിട്ട് ബന്ധം വരുന്ന ഭാഗത്ത് പല്ലിനൊക്കെ കേടുവരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ അമ്മമാര് ചെറിയൊരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചു കൊടുക്കുകയാണെങ്കിൽ തന്നെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാം. നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ വലിയ ദന്താരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിച്ച ഒരു പ്രധാന കാര്യം, നമ്മുടെ പല്ലിന്റെ ഇടയിലും മറ്റും കാണുന്ന കാൽസിഫൈഡ് ആയിട്ടുള്ള ടാർട്ടാർ അല്ലെങ്കിൽ പ്ലേക്ക് പോലുള്ള സാധനങ്ങൾ എങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ബ്രഷ് ഉപയോഗിച്ചാൽ അത് പോകില്ല, കാരണം വളരെ കോൺക്രീറ്റ് ആയിട്ടിരിക്കുന്ന ഒരു സാധനമാണത്. ഇത് നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസും വളരെ സേഫ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. ഇതിന്റെ ഏറ്റവും വലിയ ഗുണം, ഇത് ടോക്സിക് അല്ല, ഇതിന്റെ അകത്ത് കെമിക്കൽസ് ഇല്ല, ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇത് കടകളിൽ ലഭ്യമല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ആവശ്യമായിട്ടുള്ള ആദ്യത്തെ സാധനം ടീ ട്രീ ഓയിൽ. നൂറ്റാണ്ടുകളായിട്ട് ആരോഗ്യ സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ടീ ട്രീ ഓയിൽ. പിന്നെ രണ്ടാമത്തത് Xylitol. നമുക്ക് പഞ്ചസാരയ്ക്ക് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. കീറ്റോ ഫ്രണ്ട്ലി ആണ്, ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ്. അമിതമായിട്ട് ഉപയോഗിക്കരുത്. ഇത് നമ്മൾ പഞ്ചസാര ഉപയോഗിക്കാത്ത ആളുകൾക്കൊക്കെ മറ്റു സാധനങ്ങളിലൊക്കെ ചേർക്കുന്ന ഒരു സാധനം തന്നെയാണത്. മൂന്നാമതായിട്ട് വെളിച്ചെണ്ണ. ഒരു 4 ഡ്രോപ്പ് ടീ ട്രീ ഓയിൽ ഒരു ചെറിയ ബൗളിലേക്ക് ഇടുക. 1 ടീസ്പൂൺ Xylitol ഇടുക.
ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത് മൂന്നും മിക്സ് ചെയ്യുക നന്നായിട്ട്. അതിൽ നിന്ന് 1-1.5 സ്പൂണോ അല്ലെങ്കിൽ 2 സ്പൂണോ എടുത്തിട്ട് വായിൽ കൊള്ളുക. നന്നായിട്ട് മിശ്രിതമാക്കിയതിനു ശേഷമാണ്, നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തതിനു ശേഷമാണ് അത് വായിൽ കൊള്ളേണ്ടത്. ഇത് ഇങ്ങനെ കൊള്ളുമ്പോഴത്തേനും ഒരു ആന്റി ബാക്ടീരിയൽ എഫക്ട് ഉണ്ടാക്കും. അതേപോലെ തന്നെ ഇതിനെ കോട്ട് ചെയ്യുന്ന ആ ബയോഫിലിമിനെ ബ്രേക്ക് ചെയ്ത് ഈ പ്ലേക്കിനെയും ടർട്ടാറിനെയും ഒക്കെ ഇല്ലാതാക്കാൻ, ആ കാൽസിഫൈഡ് ഫോമിനെ അവിടെ ഇല്ലാതാക്കാനായിട്ട് ഇത് സഹായിക്കും. ഇത് ഒരു ദിവസം ചെയ്തുകൊണ്ട് ഗുണമില്ല. നമ്മൾ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഇത് ചെയ്യുക. ഇത് ഇല്ലാണ്ടാവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ്. വളരെ എഫക്റ്റീവ് ആയിട്ട് ആളുകൾ ഉപയോഗിച്ച് റിസൾട്ട് പറഞ്ഞിട്ടുള്ള ഒരു റെമഡിയാണിത്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടുകൂടി ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ആരോഗ്യം ഉണ്ടാകട്ടെ. നമുക്ക് പരസ്പരം സഹായിക്കുകയും ഇത്തരത്തിലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കുകയും ചെയ്യാം. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നിർത്തുന്നു. ദിനു വർഗീസ്.